ഇന്ന് കാക്ക മലന്ന് വാർക്കും കണ്ടോ, ഇതിരിക്കുന്നുണ്ട് 2 ഇണക്കിളികൾ. ഇത് ഇടയ്ക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മുട്ടനടിയാണ്. അപ്പോൾ അതങ്ങൾ അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് കറി വയ്ക്കുക. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ലാന്നേ, അപ്പോൾ വിചാരിച്ച് മുട്ട താളിച്ചെടുക്കാമെന്ന്. അങ്ങനെ ഒരു കുഞ്ഞ് ചട്ടി വെച്ചു വിട്ടാ, പിള്ളേർക്ക് മാത്രം മതി. എനിക്ക് വലിയ താല്പര്യമല്ല മുട്ട, എന്നാൽ പിള്ളേർക്ക് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതുങ്ങൾ എപ്പോഴും വറുത്താ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് താളിച്ച് കൊടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനകത്തേക്ക് ചെറിയ ഉള്ളി ഇട്ടു, പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളി, പിന്നെ എന്താ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം ഇച്ചിരി ഇച്ചിരിയേ ഇടുള്ളൂ കേട്ടോ. ഒരു മുട്ടയല്ലേ ഉള്ളൂ. പിന്നെ എന്താ നമ്മൾ ഉപ്പിടുക, പിന്നെ ഇച്ചിരി വെള്ളം ഒഴിക്കുക, പിന്നെ സാധാരണ രീതിയിൽ മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഈ മുട്ടയെന്ന് പറയുമ്പോൾ ഒട്ടിങ്ങനെ വെള്ളമില്ലാണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കൂല. അത് സത്യം പറഞ്ഞാൽ ചോറിന് ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്. ചപ്പാത്തിക്ക് ഇത്തിരി ചാറ് വേണം, പക്ഷേ ചോറിനൊക്കെ അങ്ങനെ ചാറ് വേണമെന്നില്ല കേട്ടോ. ഇതിങ്ങനെ പറ്റിച്ചങ്ങ് എടുക്കുക, ഇത് കൂട്ടി പിള്ളേർക്ക് സുഭിക്ഷമായിട്ട് ചോറ് കൊടുക്കുക. പിന്നെ എനിക്ക് കടലക്കറി ഉണ്ടായിരുന്നു, അമരപ്പയറുണ്ടായിരുന്നു. ഇതൊന്നും പിള്ളേർക്ക് ഓടൂല. മുട്ടയും കടലക്കറിയും വെച്ച് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.